നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണന്റെ പിറന്നാൾ ആഘോഷമാക്കാനൊരുങ്ങി ഗുരുഭവനപുരി. ഞായറാഴ്ച അഷ്ടമി രോഹിണി. ഗുരുവായൂരിൽ 40,000 പേർക്ക് സദ്യയൊരുക്കും. ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായതിനാൽ 200-ലേറെ കല്യാണങ്ങളും ഷീട്ടാക്കിയിട്ടുണ്ട്. പുലർച്ചെ 4 മുതൽ വിവാഹ ചടങ്ങുകൾ തുടങ്ങും. 5 പ്രത്യേക മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ചയായതിനാലുള്ള തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം ചെയർമാൻ VK വിജയൻ അറിയിച്ചു. പിറന്നാൾ സദ്യ ഇക്കുറി 40,000 പേർക്ക് ഒരുക്കിയിട്ടുണ്ട്. തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഹാളിലും പടിഞ്ഞാറേ നടയിലെ അന്നലക്ഷ്മി ഹാളിലുമായി ഒരേ സമയം 2,000-ലേറെ പേർക്ക് ഭക്ഷണം കഴിക്കാം. അപ്പം മുൻകൂർ ഷീട്ടാക്കാവുന്നതാണ്. ഭക്തർക്കായി 7.25 ലക്ഷം രൂപയുടെ ഉണ്ണിയപ്പം തയ്യാറാക്കും. 2 അപ്പം വീതമുള്ള ഒരു ഷീട്ടിന് 35 രൂപയാണ് നിരക്ക്. 8 ലക്ഷം രൂപയുടെ പാൽപ്പായസവും തയ്യാറാക്കും. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായി ദേവസ്വം 38.47 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അഷ്ടമിരോഹിണി ദിവസം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP പ്രത്യേക ദർശനമുണ്ടാകില്ല. കിഴക്കേ നടയിലെ പൊതുവരി പൂന്താനം ഹാളിൽ നിന്നും ആരംഭിക്കും. നിർമ്മല്യം മുതൽ ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ 4:30 മുതൽ 5:30 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയുമാണ്. തദ്ദേശീയർക്ക് നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനം നടത്താം. ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേളവും വൈകിട്ട് കാഴ്ചശീവേലിക്കും രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും വൈക്കം ചന്ദ്രന്റെ പഞ്ചവാദ്യവും ഉണ്ടാകും. വൈകിട്ട് 5-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദേവസ്വത്തിന്റെ ക്ഷേത്ര കലാപുരസ്കാരം കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രന് മന്ത്രി VN വാസവൻ സമ്മാനിക്കും. ചടങ്ങിനു ശേഷം പെരിങ്ങോട് ചന്ദ്രൻ നയിക്കുന്ന 1.5 മണിക്കൂർ പഞ്ചവാദ്യവും ഉണ്ടാകും. പതിവ് തെറ്റിക്കാതെ 46-ാം വർഷവും അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കണ്ടുതൊഴാൻ പാലക്കാട് നിന്നും കാൽനടയായി ഗുരുവായൂരിലേക്ക് ഭക്തസംഘം യാത്ര തിരിച്ചു. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിപ്പാറയിൽ നിന്നാണ് 41 അംഗങ്ങളുള്ള സംഘം ഗുരുവായൂരിലേക്ക് പോകുന്നത്. 8 പുരുഷന്മാരും 25 സ്ത്രീകളും 6 കുട്ടികളും അടങ്ങുന്ന ഭക്തസംഘത്തിൽ 11 വയസ്സുള്ള സിദ്ധാർത്ഥ പ്രയാൺ മുതൽ 63 വയസ്സുള്ള ചിന്നക്കുട്ടിയമ്മ വരെയുള്ളവരുണ്ട്. ശനിയാഴ്ച രാവിലെ 8:30-യോടെയാണ് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ ഭക്തജന സംഘം എത്തിയത്. 46 വർഷം മുൻപ് പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയും തുടക്കം കുറിച്ച ഭക്തിയാത്ര ഇന്നും മുടങ്ങാതെ സംഘം നടത്തിവരുന്നു. ഇത്തവണ K ഗണേശൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് പാലക്കാട് എലപ്പുള്ളിപ്പാറയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പറക്കോട്ടുകാവ്, തിരുവില്ലാമല അവിടെയെല്ലാം ദർശിച്ചതിന് ശേഷം പഴയനൂർ അമ്പലത്തിൽ തങ്ങി അവിടുത്തെ ഭക്ഷണവും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി അകമല അയ്യപ്പ ക്ഷേത്രത്തിൽ തങ്ങി ഭക്ഷണവും കഞ്ഞിയെല്ലാം കഴിച്ചതിന് ശേഷം ഇന്ന് കാലത്ത് 5 മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. 10 മണി 11 മണിയാകുമ്പോൾ നെല്ലുവായി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷം ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നതായിരിക്കും. അതിനുശേഷം അവിടുത്തെ അഷ്ടമിരോഹിണി ആഘോഷത്തിൽ പങ്കെടുത്തതിന് ശേഷം അടുത്ത ദിവസം ബസ്സിൽ തിരിച്ച് മൂറ്റാപ്പറ്റ ഭഗവതി ക്ഷേത്രം, തിരുവില്ലാമല ക്ഷേത്രം, പഴയന്നൂർ ക്ഷേത്രം, അകമല ശാസ്താക്ഷേത്രം, നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം, മമ്മിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും. ഞായറാഴ്ച ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ രാവിലെ കുളിച്ചു തൊഴുതതിനു ശേഷം തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങും. കണ്ണൻ, പ്രദീപ്, സുമതി, ശാന്താരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തജന സംഘം കാൽനടയാത്ര നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങമഹോത്സവ സ്വാഗത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭകളെ ആദരിച്ചു. ഗുരുവായൂർ രുക്മിണി റീജൻസിൽ ചേർന്ന കൂട്ടായ്മ ഗുരുവായൂർ ക്ഷേത്ര ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂർ ക്ഷേത്ര കലാപുരസ്കാരം നേടിയ വാദ്യവിദ്വാൻ പെരിങ്ങോട് ചന്ദ്രൻ, അറുപതിന്റെ നിറവിലെത്തിയ ഗുരുവായൂർ ക്ഷേത്ര അടിയന്തര വാദ്യപ്രതിഭ ഗുരുവായൂർ ശശിമാരാർ, മഞ്ജുളാൽത്തറ മേളപ്രമാണി ഗുരുവായൂർ ജയപ്രകാശ്, പഞ്ചവാദ്യ പ്രതിഭ പ്രമോദ് കൃഷ്ണ തുടങ്ങി ശ്രേഷ്ഠ വാദ്യ കലാകാരന്മാരെ അനുമോദിച്ചു. കലാമണ്ഡലം വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയായ പെരിങ്ങോട് ചന്ദ്രൻ മുഖ്യാതിഥിയായി. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത്ത് തരകൻ, കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ഡോക്ടർ സോമസുന്ദരൻ, ശശി കേനാടത്ത്, ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രവാസി ഷെയ്ഖ് ബാബ പുരസ്കാരം നേടിയ രവി ചങ്കത്ത്, നഗരസഭ കർഷക പുരസ്കാര അവാർഡ് ജേതാവ് സേതു കരിപ്പോട്ട്, മികവുറ്റ വനിതാ സാരഥി നിർമ്മല നായക്കത്ത്, മികച്ച ശ്രീകൃഷ്ണവേഷം കെട്ടിയ ദേവാനന്ദ എന്നിവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ഓണക്കൂട്ടായ്മയും സ്നേഹവിരുന്നും ഉണ്ടായി.
ജയറാം ആലിക്കൽ, IP രാമചന്ദ്രൻ, മുരളി അകമ്പടി, രാധ ശിവരാമൻ, പ്രഹ്ലാദൻ മാമ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അതിവേഗം അനുമതി നൽകുന്ന നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന സർക്കാർ. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഇന്നു ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ഭേദഗതി വരുത്തിയത്. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചാലേ നിയമ ഭേദഗതിക്ക് സാധുതയുള്ളൂ എന്നതാണ് പ്രധാന വെല്ലുവിളി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലയോര ജനതയുടെ ആശങ്ക തീർക്കലാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. നിലവിലെ നിയമപ്രകാരം വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിടാൻ നടപടിക്രമങ്ങൾ ഏറെ ഉണ്ട്. കാട്ടിലേക്ക് തുരത്താനാണ് ഇപ്പോൾ മുൻഗണന. അത് പരാജയപ്പെട്ടാൽ മാത്രം അവസാന നടപടിയാണ് വെടിവെക്കൽ. 6 അംഗ വിദഗ്ധ സമിതിയുടെ അനുമതി വേണം. ആക്രമിച്ച മൃഗത്തെ തന്നെയാണ് വെടിവെക്കാൻ പോകുന്നതെന്ന് ഫോട്ടോ സഹിതം ഉറപ്പാക്കണം. കടുവയാണെങ്കിൽ നരഭോജിയാണെന്ന് വ്യക്തത വരുത്തണം. കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിന് ഭേദഗതി നിർദ്ദേശിക്കാമെങ്കിലും രാഷ്ട്രപതിയുടെ അനുമതി നിർബന്ധമാണ്. അതിനു മുമ്പ് ഗവർണറും അംഗീകരിക്കണം. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള നടത്തി. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ വിജയം നേടിയവരുടെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം നടത്തി. PTA പ്രസിഡന്റ് KK രാജൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് സെക്രട്ടറി കീർത്തന കാർത്തികേയൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ S കവിത, ഹെഡ്മാസ്റ്റർ MV രത്നകുമാർ, SMC ചെയർമാൻ TD ദയൻ, സ്കൂൾ ചെയർമാൻ നിവേദ്യ, കായികാധ്യാപകൻ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. മേളയിൽ 1, 2, 3 സ്ഥാനം നേടിയവർക്ക് സമ്മാനവും നൽകി. പഴഞ്ഞി എംപറേഴ്സ് ക്ലബ്ബ് നടത്തിയ ചിത്രരചനാ മത്സരവും ചിത്രപ്രദർശനവും ശ്രദ്ധേയമായി. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി നിറക്കൂട്ട് 2025 എന്ന പേരിൽ പഴഞ്ഞി MD കോളേജിൽ വെച്ച് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ മേഖലയിൽ നിന്ന് 150ലധികം കുട്ടികൾ പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകൾ നൽകി. പ്രൈമറി, LP, UP വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള ട്രോഫികളും ക്യാഷ് പ്രൈസും പിന്നീട് വിതരണം ചെയ്യും. ചിത്രരചനാ മത്സരത്തോടനുബന്ധിച്ച് പ്രശസ്ത ചിത്രകലാകാരന്മാരായ മോഹനൻ കാട്ടകമ്പാലും സണ്ണി കുന്നംകുളവും ചേർന്ന് നടത്തിയ ചിത്ര പ്രദർശനവും ശ്രദ്ധേയമായി. ക്ലബ് പ്രസിഡന്റ് ജിജോ ജോസ്, സെക്രട്ടറി രാജു, ട്രഷറർ ഫ്രിക്സൽ, വൈസ് പ്രസിഡന്റ് ടീന ജസ്റ്റിൻ, ജോയിന്റ് സെക്രട്ടറി ജിൻസി പ്രിൻസ് എന്നിവരും ക്ലബ് അംഗങ്ങളും നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ കലോത്സവം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ MK ജോസ്, SMC ചെയർമാൻ ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, പ്രധാനാധ്യാപിക ബീന C ജേക്കബ്, വർഗീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കലോത്സവത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനം നടന്നു. വടക്കേക്കാട് വൈലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് രമേശ് ചേമ്പിൽ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പോലീസ് SI PA സുധീർ ക്ലാസ് എടുത്തു. സ്കൂൾ രക്ഷാധികാരി സോണി മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക ബിജി സ്വാഗതവും അധ്യാപകൻ നാരായണൻ നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.